ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ഡാർക്ക് പ്ലേസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ മൂവി കണ്ടു തീരുമ്പോഴത്തേക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഈ ഒരു മൂവി നിങ്ങളുടെ തലയിൽ നിൽക്കും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഒരു വല്ലാത്ത വിഷമമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു കേസിന് വേണ്ടി സാധാരണക്കാരനായിട്ടുള്ള ഒരാള് ഏതറ്റം വരെയും പോകുന്നുള്ളതാണ്. ഇപ്പൊ പറയുവാണെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പല ക്രൈം ത്രില്ലർ മൂവീസുകളിലും ബുദ്ധിമാനായിട്ടുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡിറ്റക്റ്റീവ് ഇവരെല്ലാവരും ആയിരിക്കും കേസ് അന്വേഷിക്കുന്നത്. പക്ഷെ ഈ മൂവിയിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ക്ലീനറാണ് കേസ് അന്വേഷിക്കുന്നത്. അതും തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോലുമല്ല. അങ്ങനെയുള്ള ഒരാളിന് വേണ്ടിയിട്ട് ആ ഒരു കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ഹീറോ. അപ്പൊ അത് ആരാണ്, എന്താണ് ആ ഒരു കേസ്, ഇതെല്ലാം നിങ്ങൾ മൂവി കണ്ടു മാത്രം മനസ്സിലാക്കുക. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ലൊരു സ്റ്റോറിയാണ്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ മൂവി കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും ഇതിൽ ആ ഒരു കഥാപാത്രമായിട്ട് മാറി മൂവി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആരാണ് വില്ലൻ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ഒരു ചെറിയ പയ്യൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചതായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ പയ്യന്റെ കാല് മാത്രമേ ഇപ്പൊ കാണിക്കുന്നുള്ളൂ. പയ്യൻ ആരാണെന്നോ മുഖം എന്താണെന്നോ നമുക്ക് കാണിച്ചു തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ട്രാഷ് വണ്ടി. അപ്പോ ഹീറോയുടെ പേര് ഡൊണാൾഡ് ഡെവിലിൻ. അപ്പോ നമുക്ക് ഡെവ് എന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോ ഡെവിനോടൊപ്പം വേറൊരു ലേഡിയും വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ പേര് ഡോണ. ഇപ്പൊ ഇവര് രണ്ടുപേരും വണ്ടി ഒരു വീടിന് മുന്നിലേക്ക് കൊണ്ട് നിർത്തുന്നതും ഡോണ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ അതിൽ നിന്ന് വേസ്റ്റ് എല്ലാം വണ്ടിയിലേക്ക് എടുത്തിരുന്നു. പക്ഷെ ആ ഒരു വേസ്റ്റ് ബിൻ ഒരിക്കലും അടച്ചു വെക്കുന്നില്ല. എന്നിട്ട് വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ഡെവ് പറയും, ഡോണ നീ അത് മൂടിയിട്ടില്ല, പോയി മൂടിയിട്ട് വരാൻ പറയുമ്പോൾ അവൾ അതേപോലെ തന്നെ പോയിട്ട് അത് മൂടിയിട്ട് അകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ഹീറോ എപ്പോഴും ഈ ഒരു വഴിയെ വരുമ്പോൾ ഒരു വീടിനുള്ളിൽ നിന്നും ആ ജനാല വഴി ഒരു ചെറിയ പയ്യൻ അവനെ എന്നും കൈ കാണിക്കും. പക്ഷെ ഈ തവണ ഡെവ് നോക്കുമ്പോൾ ആ പയ്യൻ അവിടെ കാണുന്നില്ല. അപ്പൊ എല്ലാ ദിവസവും അതുപോലെ കൈ കാണിക്കുന്നതല്ലേ, ഈ ദിവസം കൈ കാണിക്കാത്തത് കൊണ്ട് എന്തോ പോലെ ഇപ്പൊ ആ ഒരു വീടിനെ താഴേക്ക് നോക്കുമ്പോൾ ആ പയ്യന്റെ അച്ഛനും അമ്മയും വെളിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഡോൺ അകത്തേക്ക് കയറി വന്നിട്ട് ഞാൻ അടച്ചിട്ടുണ്ട്, ഇപ്പൊ നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഡെവ് പറയും, നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് ഏത് തരം ജോലി ആയിക്കോട്ടെ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഇത് ഹീറോ പറയുന്നതല്ല, ഞാനുൾപ്പെടെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമായിട്ട് കൂട്ടിയാൽ മതി. നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ഡെവിനെ പറ്റി പറയുവാണെങ്കിൽ അവൻ ഇതുപോലെ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സോഷ്യലായിട്ട് എല്ലാവരോടും അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. ഇപ്പൊ ചെറിയ രീതിയിൽ ടെൻഷൻ ആയാൽ തന്നെ അവന് സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈച്ച അവന്റെ ചെവിയുടെ അടുത്ത് കിടന്ന് പറക്കുന്നത് പോലെ ഒരു ശബ്ദം അവന് കേൾക്കാറുണ്ട്. അപ്പൊ ഇതുപോലെയല്ല നമ്മുടെ ഡെവ് എല്ലാ ദിവസവും ഒരു ചെറിയ പയ്യനെ കാണുന്നതാണല്ലോ. ഇത്തവണ കാണാത്തത് കൊണ്ടാണ് അവൻ ചെറിയ രീതിയിൽ ടെൻഷൻ ആവുന്നത്. അങ്ങനെ നമ്മുടെ ഡെവിന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടിനകത്തേക്ക് വരുമ്പോഴാണ് ഡെവിന്റെ അമ്മ എപ്പോഴും വീൽ ചെയറിലാണ് ഇരിക്കുന്നത്, കാല് വയ്യാത്തൊരു സ്ത്രീയാണ്. ഇപ്പോൾ ഡെവ് ചോദിക്കും, അല്ല അമ്മ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ ഉറക്കം വരുന്നില്ല എന്ന് പറയും. ഓക്കെ, ഞാൻ കോഫി ഉണ്ടാക്കി തരണോ, കാരണം ഞാൻ വെൻഡിയെ കാണാൻ പോവാണ് എന്ന് പറയുമ്പോൾ വെൻഡി വേറെ ആരുമല്ല, ഡെവിന്റെ മകളാണ്. നേരത്തെ തന്നെ നമ്മൾ ഡെവിന്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഹീറോ ആൾറെഡിയും കല്യാണം കഴിച്ചിരുന്നു. ഇപ്പൊ അവര് രണ്ടുപേരും പിരിഞ്ഞാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്റെ മകളെ കാണാൻ വേണ്ടി ഡെവ് പോകാറുണ്ട്. അവന്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ വേറൊരാളെ കല്യാണം കഴിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് തന്റെ വണ്ടി എടുത്തിട്ട് നേരെ എക്സ് വൈഫിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഡോർ തട്ടുമ്പോൾ ആ ഭാര്യ ഡോർ തുറക്കുന്നുണ്ട്. എന്നിട്ട് ഡെവിനെ കാണുമ്പോൾ തന്നെ ചോദിക്കും, എന്താ നീ വന്നേ ചോദിക്കുമ്പോൾ അല്ല എന്താ ഞാൻ വന്നേന്നോ, സാധാരണ ഞാൻ എന്തിനാ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ ആ ഭാര്യ പറയും, ഇല്ല അവൾ നിന്നെ കാണാനായിട്ട് ഇപ്പോൾ റെഡിയല്ല എന്ന് പറയുന്നത്. ഡെവ് ചോദിക്കും, അല്ല റാൻഡി എവിടെയെന്ന് ചോദിക്കുമ്പോൾ റാൻഡി വേറെ ആരുമല്ല, എക്സ് വൈഫിന്റെ ഭർത്താവുണ്ടല്ലോ അവനാണ്. അപ്പോൾ റാൻഡി വെളിയിൽ പോയെന്ന് പറയും. ഇപ്പോൾ ഡെവ് ആ ഒരു ഭാര്യയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും എന്നെ മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ അവര് പറയും, ഇല്ല നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഇതൊന്നും ഒരിക്കലും ശരിയായിട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഡെവിന് ഇപ്പോഴും തന്റെ ഭാര്യയെ പിരിഞ്ഞ് ജീവിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു ഭാര്യയ്ക്കാണെങ്കിലോ അവരോടൊപ്പം താമസിക്കാണ്ട് താല്പര്യമില്ല. ഹീറോ ഒരു ശല്യമായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഡെവിന്റെ മകള് വെൻഡി പെട്ടെന്ന് വന്ന് അവനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അച്ഛൻ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്പോർട്സ്മാൻമാരുടെ കാർഡ് ഉണ്ട് അതെടുത്ത് കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അവളുടെ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഡെവ് ചോദിക്കും, അല്ല ഇതാരാ വാങ്ങി തന്നേ, അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല റാൻഡിയാണോ വാങ്ങി തന്നേന്ന് പറയും. അങ്ങനെ അവളുടെ ആ ഒരു സോഷ്യൽ മീഡിയ പേജ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് അതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ എന്തോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് വേറെ ഒന്നുമല്ല, എന്റെ സഹോദരനെ കാണാനില്ല, ആരെങ്കിലും കണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ഉള്ളത്. ഇത് കാണുന്നത് നമ്മുടെ ഡെവ് ഷോക്ക് ആവുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഹീറോയെ ഡെയിലി ഒരു ചെറിയ പയ്യൻ കൈ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ,
ആ പയ്യന്റെ സഹോദരനാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. രാവിലെ ആ ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്കും ആ പയ്യൻ അന്ന് കൈ കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ കുറച്ച് വിഷമിച്ചിരുന്നു. അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കുന്നതും ഡെവ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് തന്റെ കമ്പ്യൂട്ടറിലെ വെന്റിയുടെ ആ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യും. അവളുടെ പാസ്വേഡ് അവൻ അറിയത്തില്ല എങ്കിലും ട്രൈ ചെയ്തിട്ട് അവസാനം അക്കൗണ്ടിലേക്ക് കയറിയിട്ട് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ ആ ഒരു പോസ്റ്റിനെ കമന്റ് ചെയ്യുന്നു. നിന്റെ സഹോദരനെ കിട്ടിയോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ തിരിച്ച് റിപ്ലൈ തരുന്നത് എങ്ങനെയാണെന്നറിയോ? അതിന് നിനക്കെന്താ കുഴപ്പമെന്നാണ്. നല്ല സഹോദരൻ. ഇപ്പോ വെന്റിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇവൻ യൂസ് ചെയ്തുകൊണ്ട് വെന്റി വിടുന്ന അവനെ വിളിക്കുകയാണ്. അച്ഛൻ എന്താ കാണിച്ചത്? എനിക്കിപ്പോ സമാധാനമായി. ജസ്റ്റിൻ ഒരു നല്ല പയ്യനെയല്ല, അവനോട് ഞാൻ സംസാരിക്കാറേയില്ല. ഇപ്പോ എനിക്ക് പണി വാങ്ങി തന്നപ്പോ സന്തോഷമായല്ലോ എന്നെല്ലാം വെന്റി പറയുമ്പോഴത്തേക്കും ഡെവ് സോറി പറഞ്ഞിട്ട് സോറി മോളെ, അല്ല ആ പയ്യനെ പറ്റി എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പൊ കാണാതായിട്ടുള്ള ആ ഒരു ചെറിയ പയ്യന്റെ പേര് ടൈലർ എന്നാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഡെവ് തന്റെ ഭാര്യയെ കാണാന്ന് വിചാരിച്ച് അവള് ജോലി ചെയ്യുന്ന ആ ഒരു ഷോപ്പിന് വെളിയിൽ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ അവന്റെ ഭാര്യയാണെങ്കിലോ വെളിയിലേക്ക് ഇറങ്ങി വന്ന് റാഡി ഫോൺ ചെയ്യുന്നത് കൊണ്ട് അവനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കാണ് റേഡിയോയില് കാണാതായിട്ടുള്ള ടൈലർ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ പറ്റി റേഡിയോ ന്യൂസിൽ ഇങ്ങനെ പറയുന്നതും ഹീറോയുടെ ശ്രദ്ധ മുഴുവനായിട്ടും ഈ റേഡിയോയിലാണ്. ഇപ്പൊ ടൈലറിനെ കിട്ടിയില്ല എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഡെവ് വീണ്ടും അപ്സെറ്റ് ആവുന്നു. കാരണം അവനതെന്തോ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അവന്റെ ഭാര്യയോട് പോലും സംസാരിക്കാതെ അവൻ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഏതോ ഒരു വീടിന് വെളിയിലായിട്ട് ഒരു ചെറിയ പെൺകുട്ടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല അവരുടെ വീടിനടുത്തൂടെയാണ് ഒരു ചെറിയ പുഴ പോകുന്നത്. ഇപ്പോ വെള്ളത്തിലേക്ക് പോയി കളിക്കാന്ന് വിചാരിച്ച് ആ പെൺകുട്ടി ഈ വെള്ളത്തിനടുത്തേക്ക് ഓടി വന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരു ഡെഡ് ബോഡി കണ്ട് അവള് പേടിച്ച് ഒരൊറ്റ ഓട്ടം. ഇപ്പൊ അവിടെ കിടക്കുന്ന ആ ഒരു ഡെഡ് ബോഡി ടൈലർ എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റേതാണെന്ന് കൺഫേം ആയി. ഈ കാര്യം റേഡിയോയിലൂടെ നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നതും അവനെ കാണാതായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹീറോ അത്രയും അപ്സെറ്റ് ആയതാണ്. ഇപ്പൊ ആ പയ്യൻ മരിച്ചുപോയെന്നും കൂടി അറിഞ്ഞപ്പോഴത്തേക്കും അവൻ ജോലിക്ക് പോകുമ്പോൾ ഡോണയാണല്ലോ അവൾ എന്തു പറഞ്ഞിട്ടും ഡെവ് അതിനെ ഒരു മറുപടി പോലും പറയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹീറോ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ബോക്സ് എടുത്ത് തട്ടുമ്പോഴത്തേക്കും അതിൽ നിറയെ ഒരുപാട് പേനകളുണ്ട്. ഇപ്പൊ അതിൽ നിന്നും കുറച്ച് പേനകൾ മാത്രം കയ്യിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഹീറോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിപ്പോഴും അറിയത്തില്ല. അത് റീസൺ എന്താണെന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഹീറോ അടുത്ത ദിവസം ഇതുപോലെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ആ വഴിയെ പോകുമ്പോൾ ടൈലറിന്റെ വീടിനടുത്ത് വണ്ടി നിർത്തിയിട്ട് വെളിയിലേക്ക് നോക്കുമ്പോഴാണ് ടൈലറിന്റെ അമ്മ വെളിയിലിരുന്ന് കരയുന്നു. അപ്പോൾ ഹീറോ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സമാധാനിപ്പിക്കുന്നു. അതുമല്ല ഡെവ് പറയുന്നുണ്ട് ടൈലർ ദിവസവും എനിക്ക് കൈ കാണിക്കാറുണ്ട് എന്നെല്ലാം വിഷമത്തോട് തന്നെ പറഞ്ഞിട്ട് ഡെവ് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ടൈലറിന്റെ അമ്മ ഒരു കാര്യം പറയുന്നത്. ടൈലർ ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവന് ഈ പുല്ലിൽ ഇറങ്ങി പോലും ശീലമില്ല. അങ്ങനെ പുറത്തിറങ്ങാത്ത എന്റെ മകൻ ആ പുഴയിൽ കളിക്കാനായിട്ട് പോയതുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. അതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതുമല്ല ടൈലറിന്റെ സഹോദരൻ ജസ്റ്റിൻ അവനാണെങ്കിൽ എപ്പോഴും വെളിയിലാണ്. പക്ഷെ ടൈലർ ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെവ് പെട്ടെന്ന് ചോദിക്കും, ഒരുപക്ഷെ ടൈലറിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരുന്നാൽ നല്ലത് എന്നാ ഒരു അമ്മ പറയുമ്പോഴത്തേക്കും ഈ കാര്യം കേൾക്കുന്ന ഡെവിന് അത് ഇത്തിരി ഷോക്കായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് വണ്ടിയിലേക്ക് കയറി ഡോണ ഉണ്ടല്ലോ അവളോട് ടൈലറിന്റെ അമ്മ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഡോണയെ ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു പയ്യൻ എങ്ങനെയാ മരിച്ചുപോയത് എന്നുള്ള സംശയം അവൾക്കും ഉണ്ട്. അപ്പോൾ ഡെവ് ടൈലറിന്റെ ആ ഒരു മുറി ഉണ്ടല്ലോ ജനാല വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ടൈലറിന്റെ അച്ഛൻ ഒരു വല്ലാത്ത രീതിയിൽ അകത്ത് നിന്നും വെളിയിലേക്ക് നോക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെവ് ആ നാട്ടിലുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ ഡെവിന്റെ മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ അമ്മ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ അവൻ ഒരിക്കലും വീട് വിട്ട് തനിയെ പോകത്തില്ല എന്നുള്ളത്. അത് മാത്രമാണ്, ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ് നമ്മുടെ ഡെവ് ആ ചെറിയ പയ്യന്റെ മരണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കേസിന് പിറകെ ഡെവ് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഡെവിന്റെ അന്വേഷണം തുടങ്ങുമ്പോഴത്തേക്കും ഡെവ് ആ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ലേഡിയോട് ചോദിക്കും, ഇപ്പോൾ ഈ ഷോപ്പിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. സ്ഥിരം കാണുന്നവരല്ലാതെ വേറെ ആരും ഈ ഷോപ്പിലേക്ക് വന്നിട്ടില്ല എന്ന് അവര് പറയുന്നതും ഇപ്പോൾ ഡെവ് ആ ലേഡിയോട് ചോദിക്കുന്ന കാര്യം ആരൊരാൾ കേട്ടിട്ട് പെട്ടെന്ന് ഡെവിനെ തിരിഞ്ഞു നോക്കുന്നു. അത് കഴിഞ്ഞ് ഡെവ് ഈ ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അയാൾ ഡെവിന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും പേടിക്കാനില്ല, അത് വേറെ ആരുമല്ല, ഈ ഒരു നാട്ടിലെ പോലീസുകാരനാണ്. ടൈലറിന്റെ കേസ് അന്വേഷിക്കുന്നത് ഇയാളാണ്. ഇപ്പൊ പോലീസുകാരൻ ഡെവിനോട്, ഡെവ് നിനക്കിപ്പോ എന്താ വേണ്ടത്? ടൈലറിന്റെ കുടുംബം അവന്റെ മരണ കാരണം നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ കുടുംബത്തെ പറ്റി നീ എന്തിനാ ഇങ്ങനെ അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ ഡെവ് തിരിച്ച് ആ ഒരു പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, അല്ല സാധാരണ വെളിയിലേക്ക് നടന്നു പോകുന്ന ഒരു ചെറിയ പയ്യൻ പെട്ടെന്ന് എങ്ങനെയാ മരണപ്പെടുന്നത്? നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ചില്ലായിരുന്നു എന്ന് ആ ഒരു പോലീസുകാരനോട് നേരിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന പോലീസുകാരന് നല്ല രീതിയിൽ ഈഗോ അടിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയും, ദേ ഡെവ് ഈ കാര്യം നീ ഇതോടെ വിട്ടേക്കണം. ഇനി ഇതിന്റെ പിറകെ നടന്നു കഴിഞ്ഞാലേ
അതുമല്ല നമ്മുടെ ഡെവ് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഡെവ് പറയുന്നതൊന്നും അധികം അങ്ങനെ ആരും വിശ്വസിക്കാറില്ല. അതുകൊണ്ട് പോലീസുകാരൻ നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഡെവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവിടെ നിന്ന് വിഷമിച്ച് ഡെവ് നേരെ പോകുന്നത് ആ ഒരു പുഴയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ടൈലറിന്റെ അമ്മ പറഞ്ഞ അതേ കാര്യം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു ബാറിലേക്ക് പോകും. ഇപ്പോൾ ബാറിൽ വരാൻ കാരണം അവൻ വളരെ വിഷമിച്ചതുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. അവിടെ ഒരു പോലീസുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ഡെവ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ പോലീസുകാരന്റെ പേര് മാക്സ് എന്നാണ്. ആ ഒരു നേരത്തെ കണ്ട പോലീസുകാരനല്ലോ ഷെരീഫ്, അയാളുടെ അസിസ്റ്റന്റ്. ഇപ്പോൾ നമ്മുടെ ഡെവിനെ മാക്സ് കാണുമ്പോഴത്തേക്കും ഹേ ഡെവ് ഇവിടെ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ മാക്സ് ഡെവിന്റെ നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു. അവരോട് സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡെവ് ചോദിക്കും, ഇല്ല ടൈലർ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ മരിച്ചിട്ട് 3 ദിവസമായി. അവന്റെ മരണത്തിലെ കൂടുതലായിട്ട് നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ മാക്സ് പറയും, അല്ല കൂടുതലെന്താ അന്വേഷിക്കാനായിട്ട്, ആ പയ്യൻ വെള്ളത്തിലൂടെ മരിച്ചുപോയി, കേസ് ക്ലോസ് ചെയ്തു, അത്രയുള്ളൂ എന്ന് പറയുമ്പോൾ ഡെവിൻ അതെന്തായാലും ശരിയായിട്ട് തോന്നില്ലല്ലോ. അതുകൊണ്ട് ഡെവ് പറയും, ഞാൻ എന്തായാലും നേരെ വിഷയത്തിലേക്ക് വരാം എന്ന് പറഞ്ഞ് ടൈലറിന്റെ അമ്മ പറഞ്ഞ അതേ കാര്യം മാക്സിനോട് പറയും. അപ്പോൾ മാക്സ് പറയും, ഡെവ് ഇപ്പൊ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്തു. അതേപോലെ ടൈലറിന്റെ മാതാപിതാക്കള് വേറെ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ കേസ് ഇനി ഇപ്പോൾ എടുത്ത് അന്വേഷിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അല്ല ഡെവ് നീ ഈ കേസിന്റെ പിറകെ നടക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡെവ് പറയും, ഇല്ല ആ ഒരു ചെറിയ പയ്യന്റെ മരണം എനിക്ക് അത്ര അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ അധികം വെളിയിൽ പോകാത്ത ഒരാളാണ്. അങ്ങനെയുള്ളൊരു പയ്യൻ എങ്ങനെയാ മരിക്കുന്നത്? പ്ലീസ് നിങ്ങൾ എന്തായാലും ഈ ഒരു കേസ് ഒന്നുകൂടി എടുത്ത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ മാക്സ് പറയും, അത് കഴിയത്തില്ല ഡെവ്. അവൻ മരിച്ചതിന് ശേഷം അവന്റെ ശരീരം അറ്റോപ്സി ചെയ്യാൻ പോലും സമ്മതിച്ചിരുന്നില്ല. അതിനു പകരം മറ്റൊരു കേസ് എടുക്കുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഡെവ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷെരീഫാണോ ഇതിനെല്ലാം കാരണക്കാരെന്ന് ചോദിക്കുമ്പോൾ മാക്സ് പറയും, അങ്ങനെയല്ല ഡെവ് ഞാൻ പറഞ്ഞത്. ഷെരീഫ് വിചാരിച്ച് കാണും അവൻ വെള്ളത്തിൽ വീണ് മരിച്ചോന്ന്, അതുകൊണ്ടായിരിക്കാം അറ്റോപ്സിക്ക് കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഡെവ് വീണ്ടും ഈ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ടൈലറിന്റെ വീട്ടിലെ ആ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, അതിലുള്ള ആ ഒരു ബാഗ് മാത്രം അവൻ പ്രത്യേകം എടുത്ത് മാറ്റി വയ്ക്കും. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കീറിയ പേപ്പറുകളും അതേപോലെ തന്നെ ഒരു ചെറിയ പാവയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ടൈലറിന്റെ തന്നെ ആയിരിക്കണം, കാരണം ടൈലറിന്റെ സഹോദരൻ ഒരിക്കലും പാവ വെച്ച് കളിക്കുന്ന ഒരാളല്ല. ഇപ്പൊ ആ ഒരു പാവ എടുത്തിട്ട് നേരെ വണ്ടിയിലേക്ക് കയറി വളരെ ഇമോഷനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഡോണ പറയും, ആരെങ്കിലും ഇതുപോലെ വേസ്റ്റില് തെളിവുകൾ കൊണ്ടിടോ, നീ അല്ലാതെ വേറെ ആരെങ്കിലും വേസ്റ്റിൽ പോയിട്ട് ഇതുപോലെ അന്വേഷിക്കോ എന്നെല്ലാം അതും ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡെവിൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഡോണയോട് പറയും, ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഡെവിന് കൂടുതലായിട്ടും ഈ ഒരു കേസിൽ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ടൈലർ മരിച്ചിട്ടേ 3 ദിവസമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ അവന്റെ സാധനങ്ങളെല്ലാം വേസ്റ്റിൽ വലിച്ചെറിയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ടൈലറിനെ പറ്റിയുള്ള ഒരു തെളിവുകളും മറ്റാർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഹീറോ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മുടെ ഡെവിനെ ആരോ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ്. ഇവന്റെ പേര് മിക്കെന്നാണ്. ഇവനും ഹീറോയെ പോലെ തന്നെ ഈ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരാളാണ്. ആ ചെറിയ പയ്യന്റെ മരണത്തില് നീ എന്താ ഈ നാട്ടിൽ മുഴുവനായിട്ട് അന്വേഷിച്ച് നടക്കുന്നത്? ഇനി ആ കേസിൽ നീ ഒരിക്കലും തലയിടരുത് എന്ന് അയാൾ പറയുമ്പോഴത്തേക്കും ഡെവ് ചോദിക്കും, അവന്റെ അച്ഛനാണോ ഇത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞാലും നീ ഈ കേസിൽ ഇടപെടരുത്, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മിക്ക അവിടെ നിന്ന് പോകുന്നതും അയാൾ പേര് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഡെവിന് മനസ്സിലായി അതെന്തായാലും ആ ഒരു ചെറിയ പയ്യന്റെ അച്ഛനായിരിക്കുന്നു. അതുകൊണ്ട് അയാളെയാണ് ഹീറോ ഇപ്പോൾ സംശയിക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന ഡെവ് ആ ഒരു വേസ്റ്റിൽ നിന്ന് കിട്ടിയ പേപ്പർ ഉണ്ടല്ലോ, അത് ഓരോന്നിന്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് ഈ ഫോൺ വിളിച്ചതിന്റെ ബില്ലാണ്. അപ്പൊ കൂടുതലായിട്ടും ഒരു നമ്പറിലേക്ക് അവര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ എടുത്ത് ഹീറോ വിളിച്ചു നോക്കുമ്പോൾ ഹീറോ ആദ്യം തന്നെ ചോദിക്കുന്നത് നീ മിക്കിയാണോ എന്നാണ്. കാരണം മിക്കി എന്ന് പറഞ്ഞ അവനാണല്ലോ ഹീറോയെ രാവിലെ വന്ന് ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ അത് മിക്കിയല്ല, അയാൾ പറയും ഞാൻ മിക്കിയല്ലാന്ന്. അപ്പോൾ നമ്മുടെ ഡെവ് ചോദിക്കും, അല്ല അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അത് വളരെ ഇന്നസെന്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അയാൾ പേര് പറയത്തില്ല, പകരം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഡെവ് ആ ഒരു നമ്പർ എടുത്ത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നോ റിസൾട്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അത് ആരുടെ പേരിലാണെന്ന് മാത്രം നമ്മുടെ ഡെവിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഡെവ് വീണ്ടും ആ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഈ വോയിസ് മെസ്സേജിലേക്ക് മാത്രമാണ് കോൾ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്നും ഹായ് ദിസ് ഇസ് ജോയൽ, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല എന്നുള്ള മറുപടി വരുന്നതും അയാളുടെ പേര് ജോയൽ ആണെന്നുള്ള കാര്യം ഡെവിന് മനസ്സിലായി. ഇപ്പൊ ആ ഒരു ജോയൽ ആരാണെന്ന് ഹീറോ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവന്റെ ചെവിക്കുള്ള ആ ഒരു ഈച്ച വന്ന് പറക്കുന്നത് പോലെ. ഇത് സ്റ്റാർട്ടിങ് മുതലേ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒന്നുകിൽ ആ ഒരു ഈച്ചയെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഈച്ചയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡെവ് വളരെ ഡിസ്റ്റർബ് ആണെന്നാണ് അതിനർത്ഥം. ഇപ്പോഴും അത് തന്നെയാണ്, ടൈലറിന്റെ മരണത്തെ പറ്റിയാണ് അവൻ കൂടുതലായി ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവന് കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു ടെൻഷനാണ് അവൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഡോണയെ കണ്ടിട്ട് ഇതുപോലെ ആ ഒരു നമ്പർ കിട്ടിയ കാര്യവും അതിൽ വിളിച്ചു നോക്കിയപ്പോൾ ജോയൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് മനസ്സിലായത് എന്ന് ഡോണയോട് പറയുമ്പോൾ ഡോണ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഓ ജോയൽ പൊമിരസ്കി എന്നൊരു പേര് പറയുന്നു. അപ്പോൾ ജോയൽ പൊമിരസ്കി എന്ന് പറഞ്ഞ ആള് ഈ കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടറിനെ ആയിരിക്കാം ടൈലറിന്റെ വീട്ടിൽ നിന്ന് അവർ ഒരുപാട് തവണ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടൈലർ വയ്യാത്തൊരു കുട്ടിയായിരിക്കാം.
എന്ന് ഡോണ പറയുന്നതും ഇത് കഴിഞ്ഞ് നമ്മുടെ ഡെവ് നേരെ പോകുന്നത് ഒരു ഫ്യൂണറൽ സർവീസ് സെന്ററിലേക്കാണ്. അവിടെ ചെന്നിട്ട് ടൈലർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പയ്യന്റെ ഫ്യൂണറൽ എന്നാ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അയ്യോ അത് കഴിഞ്ഞല്ലോ, ഇന്നലെ ആയിരുന്നു. ഇന്നലെ തന്നെ ആ ഒരു പയ്യന്റെ ശരീരം കുഴിച്ചുമൂടി എന്ന് പറയുന്നതും ഡെവ് ചോദിക്കും, അല്ല ടൈലറിന് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും, അല്ല നിങ്ങൾ ടൈലറിന്റെ ഫാമിലി വല്ലതാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് ഹീറോയെ പറഞ്ഞു വിടുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഹീറോ ഒരു വേസ്റ്റെല്ലാം എടുക്കുന്ന ഒരാളാണല്ലോ, ആ ജോലി ചെയ്യുന്നതുകൊണ്ട് അവനെ ആർക്കും അത്ര വലിയ വിലയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോയെ കണ്ടുപിടിക്കേണ്ടത് ടൈലറിന് അസുഖം ഉണ്ടായിരുന്നോ ഇല്ലയോ ഈ കാര്യമാണ്. ഇപ്പൊ അതിനെപ്പറ്റി ആരോട് ചോദിക്കുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ടൈലറിന്റെ സഹോദരനുണ്ടല്ലോ അവനെ പറ്റി ഓർമ്മ വരുന്നത്. അപ്പൊ തന്നെ ഹീറോയുടെ മകള് വെന്റി ഉണ്ടല്ലോ, അവളെ വിളിച്ചിട്ട് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ എവിടെ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നതും അവള് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഹീറോ നേരെ അവന്റെ അടുത്തേക്ക് അവനെ കാണേണ്ടി ചെന്നിട്ട് ഇതുപോലെ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ള കാര്യം പറഞ്ഞ് ഇപ്പോ ജസ്റ്റിനോട് ജോയൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ അറിയാം, ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, നിന്റെ സഹോദരൻ ടൈലറിനെ അസുഖം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ അവൻ പറയില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്ന് പറയും. എന്റെ സഹോദരൻ മരിച്ചത് വെള്ളത്തിൽ വീണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഡോക്ടർ വരാൻ കാരണം അതെന്റെ അമ്മയെ കാണാൻ വന്നതാണെന്ന് പറയും. അപ്പൊ ഇതുപോലൊരു കാര്യം നമ്മുടെ ഹീറോ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് ഹീറോ നേരെ ഡോണയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ഈ കാര്യം പറയും. ഇപ്പൊ ഡോണ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഓക്കെ നീ പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടൈലറിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഡോക്ടറാണെങ്കിലോ കുട്ടികളെ നോക്കുന്ന ഒരു ഡോക്ടറാണ്. ഇപ്പൊ ആ ഡോക്ടർ അവന്റെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അഫെയർ ഉണ്ടാവും. അപ്പൊ ഈ കാര്യം ഡോണ പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഹീറോയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹീറോ ചോദിക്കും, അല്ല ഒരു ഡോക്ടറിന് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാളൊരു ഡോക്ടറാണെങ്കിൽ ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് സംഭവിച്ചതായിരിക്കും എന്ന് ഡോണ സിമ്പിളായിട്ട് അങ്ങ് പറയും. അങ്ങനെ ഹീറോ തന്റെ ട്രക്കിലേക്ക് കയറുമ്പോൾ അതിന് താഴെയിട്ട് ഒരു കാർഡ് ബോർഡ് ഉണ്ട്. അതിലെന്തോ ഒരു കാര്യം എഴുതിയിരിക്കുന്നു. എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് നിനക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിലേ ഈ ഒരു പാലത്തിനടിയിലെ ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിൽ സമയമില്ലാണ്ട് അങ്ങനെ രാത്രിയാവുന്നതും ഹീറോ ഇപ്പോൾ ഡോണിനെ വിളിച്ചിട്ടാണ് ആ ഒരു ബ്രിഡ്ജുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ കാർ കൊണ്ട് നിർത്തി ഡോണിയോട് കാറിൽ തന്നെ ഇരിക്കാൻ പറയും. എന്നിട്ട് ഹീറോ ആ ഒരു പാലത്തിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോ അവനോട് ചോദിക്കും, നീയാണോ എന്നോട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരുത്തൻ തൂക്കെടുത്ത് ഹീറോയെ നിൽക്കിനെ ചൂണ്ടുന്നു. അപ്പോൾ എന്തായാലും ഹീറോയെ ട്രാപ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ആ ഒരു തോക്ക് വെച്ചിരിക്കുന്നവൻ ഹീറോയോട് പാലത്തിൽ നിന്നും താഴേക്ക് ചാടാൻ പറയും. മറ്റൊരുത്തനാണെങ്കിലോ അവിടെ തന്നെ നോക്കി നിൽക്കാണ്. ഇപ്പോൾ ഹീറോ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നതും കാറിലിരുന്ന ഡോണയ്ക്ക് അവളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവൾ ആ ഒരു തോക്കും എടുത്ത് പാലത്തിന്റെ അടുത്തേക്ക് വന്ന് തോക്ക് വെച്ചിരിക്കുന്നവരെ ഷൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ വന്ന രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ഹീറോ എങ്ങനെയും രക്ഷപ്പെട്ടു. ഇപ്പൊ കാറിലേക്ക് തിരിച്ചു വന്നിരുന്നിട്ടാണ് ഡോണ പറയുന്നത്, ഡേവ് ഒരിക്കലും നീ ഒരു കേസിൽ ഇതിന് മുകളിൽ ഇൻവോൾവ് ആവരുത്, നീ ഉടനെ തന്നെ പോലീസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ച് കാറിൽ വരുമ്പോഴത്തേക്കും ഹീറോ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവനിപ്പോ ഒന്ന് രണ്ടു പേരുടെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. ചിലരുടെ പേരാണെങ്കിലോ മനസ്സിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നു. വേറെ ഒന്നല്ല, ഇപ്പൊ രണ്ടുപേര് വന്നല്ലോ, അവരാരായിരിക്കും എന്നാണ് ഹീറോ ഇപ്പൊ ചിന്തിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് മാക്സിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് മാക്സിനോട് പറയും, നീയാണോ ആ രണ്ടുപേരെ എന്നെ കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടത്? അവർ തോക്ക് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നോട് പാലത്തിൽ നിന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ നീ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ലെന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ കരയുമ്പോഴത്തേക്കും മാക്സ് പറയും, ഇല്ല ഡേവ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഡേവ്, നിനക്കൊരു മകളില്ലേ, നീ വെറുതെ എന്തിനാ ഈ ഒരു കേസിലെ ആ പയ്യനെ പറ്റി ചിന്തിക്കുന്നത്? വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല അതൊരു ചെറിയ പയ്യനായിരുന്നു, പാവം, ആ ഒരു പയ്യനാണ് മരിച്ചത് എന്നല്ല ഹീറോ വിഷമത്തോടെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാക്സിനും കുറച്ച് വിഷമമായിട്ട് ഇപ്പോൾ ഹീറോ തിരിച്ച് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും മാക്സ് ചോദിക്കുന്നുണ്ട്, നിനക്ക് വില്ലിനെ പറ്റി അറിയോന്ന്? അപ്പോൾ വില്ലാരാന്ന് വെച്ചാൽ ഇവരോട് ഹൈസ്കൂളിൽ പഠിച്ചൊരു പയ്യനാണ്. അവനിപ്പോൾ ഏതോ ഒരു നാട്ടിലെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു ഡോക്ടറാണ്. ഇപ്പോൾ ഹീറോ ചോദിക്കും, അല്ല അവന്റെ പേരെന്തിനാ എന്നോട് പറയുന്നത് ചോദിക്കുമ്പോൾ മാക്സ് പറയും, ഇപ്പോൾ ആ ഒരു പയ്യന്റെ മരണം അതൊരു കൊലപാതകമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിലേ അതിന് നമുക്ക് തെളിവ് വേണം. ഒരുപക്ഷെ അവനെ അബ്യൂസ് ചെയ്തും കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം ആ പയ്യന്റെ ശരീരം ഓട്ടോപ്സി പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തെളിവിനായിട്ട് വില്ലിനെ പോയി കണ്ടിട്ട് തെളിവ് ഒപ്പിച്ച് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഈ കാര്യം പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ നേരെ പോകുന്നത് ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ ആ ഒരു ഡോക്ടറിന്റെ കൂടെ ചെന്നിട്ട് നിങ്ങളാണോ ടൈലറിനെ ചികിത്സിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സോറി, എന്റെ പേഷ്യന്റിന്റെ കാര്യമൊന്നും ഞാൻ വെളിയിൽ പറയത്തില്ല എന്ന് പറയുമ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ ടൈലറിന്റെ അമ്മയായിട്ട് നിങ്ങൾ എന്തെങ്കിലും അഫയർ ഉണ്ടോ എന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിക്കും. ഇതൊരിക്കലും ആ ഒരു ഡോക്ടർ പ്രതീക്ഷിക്കത്തില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയോട് ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡോക്ടറിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയത്തില്ല. അതും പേടിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കാണുന്ന ഡോക്ടർ ഷോക്കായിട്ട് അവനോട് മറുപടി പറയാതെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് അയാൾ മറുപടി പോലും പറഞ്ഞില്ല. അതിനു മുന്നേ രണ്ടാമത്തെ ചോദ്യം ഹീറോ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ടൈലറിന് അട്ടോപ്സി ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയും, ആ പയ്യൻ വെള്ളത്തിൽ വീണല്ലേ മരിച്ചത്, അതുകൊണ്ടാണ് അട്ടോപ്സി ചെയ്യാത്തത്. അതുമല്ല അവരെ ലങ്സിലെ
ആ പുഴയിലെ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞു തീരുന്നതും ഹീറോ അടുത്തതായിട്ട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവനെ ആരും അബ്യൂസ് ചെയ്തില്ലല്ലോ എന്ന് അടുത്ത ചോദ്യം ചോദിക്കുന്നതും ആ ഡോക്ടർ പെട്ടെന്ന് ഷോക്കായിട്ട്, എന്താ അബ്യൂസോ, നീ എന്താ ഈ പറയുന്നേ? ആ പയ്യൻ പുഴയുടെ അടുത്തേക്ക് പോയി വെള്ളത്തിൽ വീണു മരിച്ചു. ഇതാണ് അവന്റെ അമ്മയും പറഞ്ഞത്, അതേപോലെ തന്നെ പോലീസും പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല, അവന്റെ അമ്മ ഒരിക്കലും എന്നോട് അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ എന്തുകൊണ്ട് അട്ടോപ്സി ചെയ്യാത്തത് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയും, ഇല്ല, ടൈലറിന്റെ അമ്മ ഒരിക്കലും അട്ടോപ്സി ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടില്ല. അവന്റെ അമ്മയ്ക്ക് അവരുടെ ഭർത്താവിനോട് എന്തോ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് എന്നീ ഒരു ഡോക്ടർ പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും, ടൈലറിന്റെ അച്ഛനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ അതെ, ടൈലറിന്റെ അച്ഛനാണെന്ന് പറയുന്നതും ഇപ്പൊ അടുത്തായിട്ട് നമ്മുടെ ഹീറോ പോകാൻ പോകുന്നത് ടൈലറിന്റെ അച്ഛന്റെ പിറകെയാണ്. ഇപ്പോൾ രാത്രിയിൽ അയാൾ നടക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഹീറോ തന്റെ കാർ നല്ല വേഗതയിൽ കൊണ്ടുവന്ന് അയാളെ ഇടിക്കാനായിട്ട് നിർത്തും. അയാളങ്ങ് പേടിച്ചു പോകും. പെട്ടെന്ന് ഡോർ വന്നിട്ടാണ്, നീയാണോ നിന്റെ മകനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അല്ല, ഞാനെങ്ങനെ എന്റെ മകനെ കൊല്ലും എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിലേ രണ്ടാളുകളെ വിട്ടിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചതോ? അപ്പോൾ ടൈലറിന്റെ അച്ഛൻ പറയും, ഇല്ല, അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഇതുമായിട്ട് അയാൾക്കൊരു ബന്ധമില്ലാന്ന് ഹീറോ വിചാരിക്കും. എന്നിട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ തൊപ്പിയിൽ ആരോ കത്തി കൊണ്ട് വരഞ്ഞു വെച്ചേക്കുന്നു. എന്താന്ന് വെച്ചാൽ അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സിംബോളിക്കായിട്ട് വരച്ചു വെച്ചേക്കുന്നതാണ്. അപ്പൊ അതുകൊടുത്ത് നേരെ അകത്തേക്ക് വന്നിട്ട് ഇപ്പൊ ഡോണയോട് അവൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഡോണ ചോദിക്കും, അല്ല, നീ എന്ത് വെച്ചിട്ടാ ടൈലറിന്റെ അച്ഛൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത്? അപ്പോൾ ഹീറോ അതിന് മറുപടി ഒന്നും പറയത്തില്ല. കാരണം അവന്റെ ഈ ഒരു സംശയങ്ങളും അതേപോലെ തന്നെ അയാളുടെ ആ ഒരു മുഖഭാവവും എല്ലാം വെച്ചിട്ടാണ് ഹീറോ മനസ്സിലാക്കിയത് അയാൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലാന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോണ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവനെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ പെടുന്ന അവളെ തള്ളി മാറിയിട്ട് അവളെയും വഴക്ക് പറഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് പറയും, ഞാൻ ലിൻഡയെ കല്യാണം കഴിക്കാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ അവൾക്ക് എപ്പോഴും വിശ്വസനായിരിക്കും എന്നുള്ള രീതിയിൽ അവൻ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെയാണ് മറ്റൊരു കാര്യം. ലിൻഡ എന്ന് പറഞ്ഞ അവന്റെ എക്സ് വൈഫ് ഉണ്ടല്ലോ, സത്യത്തിൽ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിരുന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കാണ് വെൻഡി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആ ഒരു കുട്ടി ജനിച്ചത്. പക്ഷെ ഇവന് മാനസികമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ലിൻഡ അവനെ വിട്ടിട്ട് പോവായിരുന്നു. അങ്ങനെ ഇതുകൂടി ആവുന്നത് ഡോണിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഹീറോയുടെ ചെവിയിൽ എന്തോ ഒരു പ്രത്യേകതര ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കുറെ നേരം ചെവിയിൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ലിൻഡയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവന്റെ എക്സ് വൈഫ് ഉണ്ടല്ലോ, എക്സ് വൈഫ് അല്ല, പക്ഷെ നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ അവളോട് വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഒരവസരം കൂടി നീ എനിക്ക് തരാൻ പറയുമ്പോൾ അവള് പറയും, ഹേയ്, നമ്മൾ രണ്ടുപേരും മദ്യപിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യമാണത്, അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല. അതുമല്ല, അന്ന് നടന്നതിനെ പറ്റി ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല നാണക്കേടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് എങ്ങനെ ഉണ്ടാവും? നല്ല വിഷമമുണ്ട്. ഇപ്പൊ അവള് വിചാരിക്കുന്നത് ഹീറോ മാനസികമായിട്ടും ബുദ്ധിമുട്ടുള്ള ആളാണെന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഹീറോ വെറും പാവമാണ്. തന്റെ കൂടെയുള്ള എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് മാത്രമേ അവൻ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ അവളോട് കുറച്ചു നേരം അവിടെ നിന്ന് വഴക്കിട്ടിട്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ അവളുടെ ചിന്തയൊന്നുമല്ല, ടൈലറിന്റെ ആ ഒരു ഒറ്റ വിഷയം മാത്രമാണ് ഹീറോയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അവനൊരു ബോക്സ് നിറയെ പേന എടുത്ത് വെച്ചേക്കുമല്ലോ, ആ പേനയെല്ലാം കറക്റ്റ് കളറുകളെല്ലാം അടുക്കി വെച്ചിട്ട് അതെല്ലാം നിരത്തി സർക്കിൾ രൂപത്തിലാക്കി വെച്ചിട്ട് അതിന്റെ സെന്ററിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം മറ്റൊരു നാട്ടിലേക്ക് വരികയാണ്. പിക്സ്ബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം. വേറെ ഒന്നല്ല, മാക്സ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ പറഞ്ഞിരുന്നല്ലോ ഇവർക്ക് വില്ലെന്ന് പറഞ്ഞൊരു ഹൈസ്കൂൾ ഫ്രണ്ട് ഉണ്ടെന്നും അയാളെ കാണാനായിട്ട് പോകാനെന്നും. ഇപ്പൊ നേരെ വില്ലെന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറിനെ വന്ന് കണ്ടിട്ട് ഇതുപോലെ മാക്സ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ടാണ്, അല്ല എനിക്കൊരു സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ വില്ല് ചോദിക്കും, എന്ത് സഹായമാണ്? ഇതുപോലെ ഒരു പയ്യൻ മരിച്ചു, അവനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്നൊരു സംശയം, അതൊന്ന് ചെക്ക് ചെയ്ത് പറയണം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഡെഡ് ബോഡി വേണം, എന്നാലേ അത് ചെക്ക് ചെയ്തിട്ട് പറയാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്, ബാ എന്റെ കൂടെ വാന്ന് പറഞ്ഞ് ഹീറോ വില്ലിനെ കൂട്ടിയിട്ട് ആ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് ചെല്ലുന്നു. ഇവിടെയാണ് മറ്റൊരു കാര്യം. എന്താണെന്ന് വെച്ചാല് ആ പയ്യന്റെ ശരീരം രാത്രിയിൽ തന്നെ കുഴിച്ചെടുത്തിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതും വേറെ ആരും അറിയാതെ. ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്റെ അമ്മോ, ഒരു കേസിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു ക്യാരക്ടറാണ് ഹീറോ എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലോ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അവരെന്ത് കാര്യമാണ് അതുപോലെ ചെയ്തതെന്നും ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അത് മെൻഷൻ ചെയ്യാം. ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും വില്ലെന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറിന് എങ്ങനെ ഉണ്ടാവും? അയ്യൽ പെട്ടെന്ന് ഇതുപോലെ ശവപ്പെട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ശരീരം കൂടി ആകുമ്പോഴത്തേക്കും നിനക്കെന്താ ഭ്രാന്താണെന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോ ആ ഒരു ബോഡിയും കൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് മാക്സ് ഉണ്ടല്ലോ അവനും അതേപോലെ തന്നെ ആ ഒരു ഷെരീഫും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പൊ ഷെരീഫ് മാക്സിനെ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയും. അതുകൊണ്ട് മാക്സ് ഹീറോയെ വിളിച്ചിട്ട് എടാ നീ എന്ത് കാര്യം ചെയ്തെന്നെല്ലാം ചോദിച്ചിട്ട് ഹീറോയോടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുമ്പോൾ ഈ ഷെരീഫ് ഹീറോയുടെ പുറകെ തന്നെ വരും. എന്നിട്ട് ഹീറോയോട് തന്റെ കാറിലേക്ക് കയറാൻ പറയും. അങ്ങനെ ഹീറോ കാറിലേക്ക് കയറി ഇരിക്കുന്നതും അവനെ പിടിച്ച ആ ഒരു സ്റ്റിയറിംഗിലേക്ക് 2-3 ഇടി, അതുപോലെ മുടിയിലെല്ലാം പിടിച്ചിട്ട് ഹീറോ നല്ലതുപോലെ ഇടിക്കും. പാവം. അങ്ങനെ ഇടിച്ചിട്ടാണ് ഹീറോയോട് പറയുന്നത്,
ഇനി ഈ കേസിന്റെ പിറകെ വന്നു കഴിഞ്ഞാലേ നിന്നെ ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ രീതിയിലായിരിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോയെ നാട് റോഡിൽ ഇറക്കി വിടും. ഇതുകൂടിയാവുന്നതും അടുത്ത ദിവസം നമ്മുടെ ഹീറോ ടൈലറിന്റെ ആ ഒരു പാവയുണ്ടല്ലോ അതെടുത്ത് ഒരു ട്രെയിനിലേക്ക് വലിച്ചെറിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി എന്തായാലും ഈ കേസിന്റെ പിറകെ പോകാൻ പോകുന്നില്ല എന്ന് ഹീറോ തീരുമാനിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീടിന് വെളിയിൽ ഡോൺ ഇരിക്കുന്നു. അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് അല്ല നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു പഴയ ന്യൂസ് പേപ്പർ കട്ടിങ് എടുത്ത് കൊടുക്കും. ഇതിൽ സംബന്ധപ്പെട്ട ആ ഒരാളുടെ അഡ്രസ്സ് ഇതിലുണ്ട്. അയാളെ പോയെന്ന് കാണാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ എന്താണ് ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിലുള്ളതെന്ന് വെച്ചാല് 2012 വന്നൊരു ന്യൂസാണ്. ഒരു ചെറിയ പയ്യനെ എന്താന്ന് വെച്ചാല് സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു പയ്യന്റെ അഡ്രസ്സാണ് ഡോണ് കൊടുത്തിട്ട് പോയത്. ഇപ്പോ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് ആ കേസിൽ ബന്ധപ്പെട്ട ഒരാളുടെ പേര് വായിക്കുമ്പോഴത്തേക്കാണ് ഒരു വല്ലാത്ത ട്വിസ്റ്റ്. അത് വേറെ ആരുമില്ല, ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അയാള്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ഒരു പേപ്പറും കൊണ്ട് നേരെ ആ പയ്യന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ബാധിക്കപ്പെട്ട പയ്യനുണ്ടല്ലോ അവനോട് ഇത് കാണിച്ച് ഈ പേപ്പറിലുണ്ടായിരുന്നല്ല സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയുന്നതും ഇതിലൂടെ തന്നെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി. ആ ഡോക്ടറാണ് യഥാർത്ഥ വില്ലനെന്ന്. കാരണം കുട്ടികളോട്, അതും ആൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ അത് മനസ്സിലാക്കി ഹീറോ തിരിച്ചു വരുമ്പോഴത്തേക്കും മാക്സ് ഉണ്ടല്ലോ അവനിപ്പോ ഹീറോയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാണ്. അതിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, ടൈലറിന്റെ ശരീരം ഇതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേക്കും കണ്ടുപിടിച്ചത് അവനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതുകൂടി മനസ്സിലാക്കുന്നതും ഹീറോ നേരെ പോകുന്നത് ടൈലറിന്റെ അമ്മയോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ടൈലറിനെ എന്തായാലും കൊന്നിട്ടുള്ളതാണ്. അങ്ങനെ ഹീറോ ആ വീടിനകത്തേക്ക് കയറി പോകുമ്പോൾ ടൈലറിന്റെ അച്ഛൻ ഒരു തോക്കുമായിട്ട് നിൽക്കും. അപ്പോൾ ഹീറോ പറയും, നീ നിന്റെ മകനെ ഒന്നും ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയാം, എനിക്ക് സംസാരിക്കേണ്ടത് ടൈലറിന്റെ അമ്മയോടാണ്. അപ്പോൾ ടൈലറിന്റെ അച്ഛൻ പറയും മുകളിലുണ്ടെന്ന് പറയുന്നതും ഹീറോ നേരെ മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ ടൈലറിന്റെ അമ്മയോട് ഈ ഡോക്ടർ ഈ കുട്ടികളെ ഉപദ്രവിച്ച കേസുണ്ട്, അതുപോലെ ടൈലറിനെ കാണാതായിട്ടുള്ള ദിവസം ആ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെരീഫിനോട് പോയി പറയാം. അപ്പോൾ ഷെരീഫ് ഈ കേസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയാണ് ടൈലറിന്റെ അമ്മ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്. ടൈലറിനെ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് വിട്ടിട്ട് വന്നതേ ടൈലറിന്റെ അമ്മയാണ്. ഇപ്പൊ ടൈലറിന്റെ അമ്മ വിചാരിച്ചത് എന്താണ്, ആ ഡോക്ടറിനെ തന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് തന്റെ മകനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ടൈലറിനെ ഒറ്റയ്ക്ക് ഈ ഡോക്ടറിന്റെ അടുത്ത് വിട്ടിട്ട് വന്നത്. പക്ഷെ അതിന് ശേഷവും ടൈലറിന്റെ അമ്മയ്ക്ക് പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാതെ അത് കണ്ടിട്ടും കാണാത്തതുപോലെ അഭിനയിക്കുമായിരുന്നു. അതുപോലെ ടൈലറിന്റെ ആ ഒരു വിഷമം അറിഞ്ഞിട്ടും അവരത് മനഃപൂർവ്വം കണ്ടില്ല എന്നഴിച്ചു. എന്നിട്ട് ഇപ്പോ ഇരുന്ന് വിഷമിക്കുന്നു. ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ ടൈലർ മരിച്ചതും ആ ഡോക്ടറിന്റെ മേലാണ് ടൈലറിന്റെ അമ്മയ്ക്ക് സംശയം വന്നത്. ഈ കാര്യം ഷെരീഫിനോട് പറയുമ്പോൾ ഷെരീഫ് അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടൈലറിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ആ ഒരു ഷെരീഫ് പറയുന്നത് കൊണ്ട് ഇവരും പേടിച്ചിട്ട് വേറെ ആരോടും ഈ കാര്യം പറഞ്ഞതുമില്ല. ടൈലറിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്നും പറഞ്ഞു. ഇപ്പോ ഹീറോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷെരീഫും ഡോക്ടറിനെ പോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ ടൈലറിന്റെ അമ്മ പറയും ഒരിക്കലും അങ്ങനെയല്ല, പക്ഷെ അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ആ ഒരു പോലീസുകാരൻ തന്നെയാണ് ഡോക്ടറിനെ സംരക്ഷിച്ചതും. അങ്ങനെ ടൈലർ തന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു അമ്മ നല്ല ദൂരെ നിന്ന് കരയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെന്റിയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് അത് കഴിഞ്ഞ് ഒരമ്പയിന്ന് ആരോ എടുത്തിട്ട് അതും കൊണ്ട് നേരെ ആ ഒരു ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അകത്തേക്ക് കയറി റൂമിൽ നോക്കുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. അങ്ങനെ നേരെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഡോക്ടർ അവിടെ നിൽക്കുന്നു. നേരെ വന്നിട്ട് അയാളുടെ ദേഹത്തേക്ക് ഈ അമ്പ് വിട്ട്, അതും അയാളുടെ കഴുത്തിലേക്ക് അമ്പ് വിട്ട് അങ്ങേരെ അവിടെ വെച്ച് കൊല്ലുകയാണ്. സത്യം പറയാലോ ഇപ്പോഴാണ് സമാധാനമായത്. ഇവനൊക്കെ ഇതുപോലെ തന്നെ വേണം. ഇപ്പൊ നമ്മുടെ ഹീറോയുടെ മുഖം കാണിക്കുമ്പോഴത്തേക്കും ഒരു സമാധാനമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആ ഒരു സന്തോഷം ഹീറോയുടെ മുഖത്തുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടേക്ക് പോലീസ്, ഷെരീഫ് എല്ലാവരും വന്നിട്ട് എല്ലാവരും തോക്കുമായിട്ട് നിൽക്കുമ്പോൾ ഹീറോ താനായിട്ട് തന്നെ സറണ്ടർ ആയതുപോലെ കൈയും തൂക്കി നിൽക്കുമ്പോൾ ആ ഒരു ഷെരീഫിന്റെ മുഖം കാണിക്കുമ്പോഴത്തേക്കും അയാൾക്ക് ഒരു കുറ്റബോധം, ഒരു പേടി, ഇതെല്ലാം തോന്നുന്നുണ്ട്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പോൾ ടൈലറിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഈ മൂവിയിൽ തന്നെ മനസ്സിലാക്കി. ഈ ഒരു കാര്യം മൂവിയിലൂടെ പറയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും അതിലേക്ക് പോകുന്നില്ല. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ക്ലൈമാക്സ് കിട്ടി. അപ്പോൾ നിങ്ങളും അതുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഈ ഒരു മൂവി കണ്ടു തീർന്നെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.